Welcome to KAS Economics Hub, deciphering economics for competitive exams. Now, let me ask you a question. How many 5-year plans were there in India? ഇന്ത്യയിലെ മൊത്തം എത്ര 5-year plans ഉണ്ടായിരുന്നു? 12. 12. Very good. So, മൊത്തം നോക്കുവാണെങ്കിൽ we could see there were 12 5-year plans were in India. 2012-17 ആയിരുന്നു ലാസ്റ്റ് 5-year plan. എന്നാൽ അതിനുശേഷവും there is a state in India which continues the planning process. അറിയാമോ ഏതാണെന്ന്? കേരളമാണ്. So we can see 2017 നമ്മുടെ പ്ലാനിംഗ് മിഷൻ നമ്മുടെ 5-year പ്ലാൻസ് നിർത്തലായി, അത് തീർന്നു. എന്നിട്ടും നമ്മുടെ കേരളം എന്ത് ചെയ്തു? കേരളം സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ കേരളം കണ്ടിന്യൂസ് ദ പ്ലാനിംഗ് പ്രോസസ് ആൻഡ് കറന്റ്ലി 14th പ്ലാൻ ആണ് കേരളം നടപ്പിലാക്കുന്നത്. 2017-22 ആയിരുന്നു 13th പ്ലാൻ, 22-27 ആണ് 14th പ്ലാൻ, ആൻഡ് 14th പ്ലാൻ ഈസ് കറന്റ്ലി ഗോയിങ് ഓൺ ഇൻ കേരള. ആൻഡ് ഇതിന് കാരണം എന്താണ്? എന്തുകൊണ്ട് കേരളത്തിന് ഈ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റുന്നു? അതിന് കാരണം വി ഹാവ് എ ബോഡി വിച്ച് ഇസ് കോൾഡ് ആസ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. CMSന്റെ കാലത്ത് 1967 സമയത്ത് വി ക്യാൻ സി ദ ഗവൺമെന്റ് ഓഫ് കേരള ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ ബോഡി. എന്താണ്? കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്നൊരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ആൻഡ് ഈ ബോഡി ഈസ് ഡൂയിങ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ പ്ലാനിംഗ് പ്രോസസ്. നമ്മുടെ കേരളത്തിലെ പ്ലാനിംഗ് പ്രോസസ്സിൽ ഒരു ക്രൂഷ്യൽ റോൾ എന്ത് ചെയ്യുന്നുണ്ട്? വഹിക്കുന്നുണ്ട്. ഇപ്പം പ്ലാനിംഗ് കമ്മീഷൻ ഉള്ളപ്പോഴായാലും ഈ പറഞ്ഞ ഫണ്ട്, അതിന്റെ വിനിയോഗം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പ്ലാനിംഗ് ബോർഡ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴും ഈ പറഞ്ഞ പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ റോൾ ആർക്കാണ്? പ്ലാനിംഗ് ബോർഡിനാണെന്ന് കാണാൻ കഴിയും. നൗ വി ക്യാൻ ഡിസ്കസ് ദ 12 5-year പ്ലാൻസ്. 2 5-year പ്ലാൻസ് നമുക്ക് നോക്കാം. ഈ ഓരോ പ്ലാനിന്റെയും മേജർ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആ സമയത്ത് നടന്ന വേരിയസ് ഇവന്റ്സ് എന്തൊക്കെയാണ് എന്നാണ് അറിയേണ്ടത്. സോ 2 ഏരിയസ് ആണ്. ഒന്ന്, ഈ പ്ലാൻ വാട്ട് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ്, വാട്ട് ആർ ദ വേരിയസ് ഇവന്റ്സ്. ആ സമയത്ത് നടക്കുന്ന വേരിയസ് ഇവന്റ്സ് എന്താണ്. സോ വെൻ വി ആർ ഡിസ്കസിംഗ് ദിസ് പോർഷൻ, വി ആർ ഓൾസോ കവറിംഗ് നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്ത് പോകുന്നുണ്ട്. ആ സമയത്ത് നടക്കുന്ന പല ഇവന്റ്സ് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. സോ ദ ഫസ്റ്റ് പ്ലാൻ was on 1951-56 time period, and the chairman of planning commission at that time was Nehru ആയിരുന്നു, and the deputy chairman was Gulzarlal Nanda. And ഈ ഒരു ഫസ്റ്റ് പ്ലാന്റെ മേജർ ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാർഷിക മേഖലയാണ്. കാർഷിക മേഖലാ വികസനമായിരുന്നു ഫസ്റ്റ് പ്ലാന്റെ മെയിൻ അജണ്ട. അതിനൊപ്പം തന്നെ വൈദ്യുതിയും ജലസേചനവും ഒക്കെ എന്ത് വരുന്നുണ്ട്? ഫസ്റ്റ് പ്ലാന്റെ ഫോക്കസ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി ദ ഫസ്റ്റ് പ്ലാനിന്റെ ഇൻട്രൊഡക്ടറി ചാപ്റ്റർ. ഫസ്റ്റ് പ്ലാനിന്റെ ഇൻട്രൊഡക്ടറി ചാപ്റ്റർ തയ്യാറാക്കിയത് ഒരു മലയാളിയാണ്. ആൻഡ് ദ നെയിം ഓഫ് ദ മലയാളി ഈസ് KN രാജ്. ആൻഡ് ദിസ് പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ഹരോഡ് ഡോമർ മോഡൽ. ഹരോഡ് ഡോമർ മോഡൽ ഇത് ആസ്പദമാക്കിയാണെന്ത് ഫസ്റ്റ് പ്ലാൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് പ്ലാൻ നോക്കുകയാണെങ്കിൽ, during this first plan, the government initiated or completed the construction of various dams. പല ഡാമുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചു. അതുപോലെ ചില ഡാമുകളുടെ നിർമ്മാണം തുടങ്ങി വെച്ചു. സോ ഭക്രാനഗൽ ഡാം, ഹിരാക്കുഡ് ഡാം, നാഗാർജുന സാഗർ ഡാം, ദാമോദർ വാലി കോർപ്പറേഷൻ എന്നിങ്ങനെ പല പ്രൊജക്ട്സും ഈ ഫസ്റ്റ് പ്ലാൻ സമയത്ത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫസ്റ്റ് പ്ലാൻ സമയത്ത് ഗവൺമെന്റ് ഇത് എന്താണ് റണ്ണിങ് സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. പല ഡാമുകളുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഭക്രാനഗൽ ഡാം ഏത് റിവറിനെ കുറിച്ച് വരുന്നതാണ്? അറിയാമോ? ഭക്രാനഗൽ ഡാം സത്ലജ് റിവർ ആണ്. ദെൻ ഹിരാക്കുഡ് ഡാം മഹാനദി. വെരി ഗുഡ്. ദെൻ നാഗാർജുന സാഗർ ഡാം കൃഷ്ണ റിവർ ആണ്. സോ ഈ റിവേഴ്സ് പറഞ്ഞിരിക്കുക, ഡാമുകൾ റിവേഴ്സ് പറഞ്ഞിരിക്കുക. ആൻഡ് യു ക്യാൻ സി 1954 when Jawaharlal Nehru was inaugurating Bhakranagal Dam, he called dams were the temples of modern India. 1954 Bhakranagal Dam ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നെഹ്റു വിളിക്കുന്നതാണ് ഡാമുകൾ എന്താണ്? ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണെന്നാണ് വിളിക്കുന്നത് ഡാമുകളെ. എന്നാൽ പിന്നീട്
ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണെന്ന് നെഹ്റു വിളിക്കുന്നുണ്ട്. സോ 1954 while inaugurating Hakranagal Dam, he made a comment that the dams are the temples of modern India. Later he christened this temples of modern India. Later he christened the publicity enterprise as the temples of modern India. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പൊതുവെ അദ്ദേഹം എന്താ ക്ഷേത്രങ്ങളാണെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ വരുന്നു 1956. അതുപോലെ UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ 1953 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതേപോലെ 1952 നാഷണൽ പ്രോഗ്രാം ഓൺ ഫാമിലി പ്ലാനിംഗ് എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു. ആൻഡ് വി ക്യാൻ സീ വിത്ത് ദ ലോഞ്ച് ഓഫ് ദിസ് പ്ലാൻ, ഇന്ത്യ ബിക്കേം ദ ഫസ്റ്റ് കൺട്രി ടു ഹാവ് എ നാഷൻ വൈഡ് പ്രോഗ്രാം ഓൺ ഫാമിലി പ്ലാനിംഗ്. കുടുംബാസൂത്രണത്തിന് ദേശീയ തലത്തിൽ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്ന ആദ്യ കൺട്രി ആയിട്ട് 1952 നാഷണൽ പ്രോഗ്രാം ഓൺ ഫാമിലി പ്ലാനിംഗ് ലോഞ്ച് ചെയ്യുമ്പോൾ ഇന്ത്യ മാറുകയാണ്. ആൻഡ് റിഗാർഡിംഗ് ദ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാൻ ഒരു സക്സസ് പ്ലാൻ ആണ്. 3.6% ആണ് ആവറേജ് ഗ്രോത്ത് 5 വർഷക്കാലം അച്ചീവ് ചെയ്തത്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ വൈ വി ടുക്ക് GDP ബിഫോർ ദിസ് പ്ലാനിങ്. കാരണം ഇപ്പം ഞാൻ പറയാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ യു നീഡ് നോട്ട് ഗെറ്റ് ഇൻ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് എന്താ ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല. എന്താ ഉദ്ദേശിക്കുന്നത്, സാർ എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്താണ് GDP ഗ്രോത്ത് എന്ന്, എന്താണ് വളർച്ച നിരക്കെന്ന്. സോ വെൻ ഐ എം സെയിങ് ഗ്രോത്ത് റേറ്റ്, എനിക്ക് സിമ്പിൾ ആണ്, എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ GDP ഗ്രോത്ത് ആണ് എന്ന് എടുത്തു വേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഈ കാര്യം അറിയാം. ആൻഡ് ഓൾസോ ഡ്യൂറിംഗ് ദിസ് പ്ലാൻ ദ ടാർഗറ്റ് വാസ് 2.1 ആയിരുന്നു. ടാർഗറ്റിനേക്കാൾ മേലെ വളർച്ച കൈവരിക്കാൻ ഈ പ്ലാന് കഴിയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡ്യൂറിംഗ് ദിസ് പ്ലാൻ നാഷണൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാം അതുപോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ്. നമ്മുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ്, നമ്മുടെ പഞ്ചായത്തുകളുടെ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ വില്ലേജ് ഏരിയയുടെ ഡെവലപ്മെന്റ്, ഇതെല്ലാം എയിം ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ആൻഡ് ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് പ്ലാൻ 1956 ഈ പ്ലാൻ കഴിഞ്ഞ ശേഷം ഒരു കമ്മിറ്റി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ആൻഡ് ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം ടു എക്സാമിൻ ദ വർക്കിംഗ് ഓഫ് CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും അതുപോലെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും അത് എന്ത് ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുക. അതാണ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. ആൻഡ് ഈ കമ്മിറ്റി വാസ് ആൾസോ റിലേറ്റഡ് ടു റെക്കമെൻഡിങ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡി അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ബോഡിക്ക് അതിന് ബന്ധപ്പെട്ടും ഈ പറഞ്ഞ കമ്മിറ്റി റെക്കമെൻഡേഷൻ കൊടുക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള പഞ്ചായത്ത് രാജ് സെറ്റപ്പ് ആയിരിക്കണം ഇന്ത്യയിൽ ആവശ്യമുള്ളത് എന്നൊക്കെ ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. സോ ദാറ്റ് വാസ് അബൌട്ട് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ സെക്കൻഡ് പ്ലാൻ. 1956 to 61 ആയിരുന്നു ടൈം പീരീഡ്. ഈ സമയത്ത് ചെയർമാൻ നെഹ്റു ആണ്. ആൻഡ് ദിസ് പ്ലാൻ ഈസ് ഓൾസോ കോൾഡ് ആസ് നെഹ്റു മഹാലനോബിസ് പ്ലാൻ ഓർ മഹാലനോബിസ് മോഡൽ എന്നൊക്കെ ഈ പ്ലാന് അറിയപ്പെടാറുണ്ട്. ആൻഡ് ഈ പ്ലാൻ വാസ് ദ പ്ലാൻ വിച്ച് ഫോക്കസ്ഡ് അല്ലെങ്കിൽ വിച്ച് മേഡ് എ ഫോക്കസ് ഓൺ ഡെവലപ്മെന്റ് ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്. നമ്മുടെ ഹെവി ഇൻഡസ്ട്രീസ്, ആന സ്റ്റീൽ പോലുള്ള ഹെവി ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ്, വ്യവസായിക വളർച്ച പ്രപ്പോസ് ചെയ്യുന്ന ഒരു പ്ലാൻ ആയിരുന്നു സെക്കൻഡ് പ്ലാൻ. ആൻഡ് ഓൾസോ ദിസ് പ്ലാൻ ഫോക്കസ് അല്ലെങ്കിൽ ഈ പ്ലാന്റെ പൊതുവെ പേര് നോക്കുകയാണെങ്കിൽ മഹാലനോബിസ് മോഡൽ ഓഫ് ഗ്രോത്ത് ആൻഡ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി. ഇതായിരുന്നു ഈ പ്ലാന്റെ മെയിൻ അജണ്ട. സോ മഹാലനോബിസ് മോഡലിനകത്ത് 2 ഫോക്കസ് ആണ് വരുന്നത്. ഒന്ന്, നമ്മുടെ ഇന്ത്യയില് ഹെവി ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതുവഴി ഒരു ലോങ് ടേം ഗ്രോത്ത് ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുക. സോ ഹെവി ഇൻഡസ്ട്രീസ്, നമ്മുടെ ആന സ്റ്റീൽ പോലുള്ള ഉരുക്ക് വ്യവസായങ്ങൾ അല്ലെങ്കിൽ ഹെവി എക്യുപ്മെന്റ്സ്, മെഷീൻസ് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക, ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അങ്ങനെ ലോങ് ടേം ഗ്രോത്ത് നമ്മളത് ടാർഗറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തില്, സൊസൈറ്റിയില് ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഇൻ ദിസ് സോഷ്യലിസ്റ്റ് പാറ്റേൺ the plan aims to increase the income and employment in the country.
ആളുകളുടെ ഇൻകവും അതുപോലെ ഇവിടെയുള്ള എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അത് മാത്രമല്ല ഇവിടെ ഇൻകത്തിലും അതുപോലെ തന്നെ നമ്മുടെ സ്വത്തിലും ഒരു തുല്യത ഉറപ്പുവരുത്തുക. ഒരു തുല്യതയുള്ള സമൂഹം, ഒരു ഈഗലറ്റേറിയൻ സൊസൈറ്റി, ഒരു ഈഗലറ്റേറിയൻ ഓർ ഇക്വാലിറ്റി ഉള്ള ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ സോഷ്യലിസ്റ്റ് പാറ്റേൺ സൊസൈറ്റിക്കകത്ത് മഹാലനോബിസ് എയിം ചെയ്യുന്നത്. ആൻഡ് മഹാലനോബിസ് ഈസ് ആൾസോ റിഗാർഡ് ആസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. സോ നമ്മൾ നേരത്തെ കണ്ടു ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ഉണ്ട്, അതാണ് വിശ്വേശ്വരയ്യ. ദെൻ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ആർക്കിടെക്ട്, ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? മഹാലനോബിസ് ആണ്. And also Mahalanobis is also regarded as the father of Indian budget. അറിയാലോ, ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു മഹാലനോബിസ് ആണ്. ആൻഡ് ഹിസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നതും ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. ജൂൺ 29 ആണ് ആ ഡേറ്റ്. ആൻഡ് യു ക്യാൻ സി ഇൻ ദിസ് സെക്കൻഡ് പ്ലാൻ ഹി ഫോക്കസ്ഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വിത്ത് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് employment opportunities by developing labor intensive project. So labor intensive, തൊഴിലാളികളെ കൂടുതൽ ഉൾപ്പെടുത്തുന്ന വ്യവസായങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വരിക. സോ ശ്രദ്ധിക്കുക, ഇവിടെ ഫോക്കസ് നോക്കൂ, ലേബർ ഇന്റൻസീവ് പ്രൊജക്ടുകൾ എന്ത് ചെയ്യുക, നിർമ്മിക്കാനാണ് പറയുന്നത്. ക്യാപിറ്റൽ ഇന്റൻസീവ് അല്ല. കൂടുതൽ തൊഴിൽ എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക. കൂടുതൽ തൊഴിൽ എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക. ഇൻകം ഇൻക്രീസ് ചെയ്യുക, അതേപോലെ തുല്യത ഉറപ്പുവരുത്തുക. അതായിരുന്നു സെക്കൻഡ് പ്ലാനിന്റെ പ്രധാന ലക്ഷ്യം. ആൻഡ് വേരിയസ് ഇമ്പോർട്ടന്റ് ഇവന്റ്സ് നോക്കുമ്പോൾ during this 1956, the government of India initiated the new industrial policy. 56 സമയത്ത് നമ്മുടെ ഗവൺമെന്റ് പുത്തൻ വ്യവസായിക നയം നടപ്പിലാക്കുന്നുണ്ട്. ആൻഡ് ഈ പുത്തൻ വ്യവസായിക നയം സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. സോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇന്ത്യയിൽ വർദ്ധിക്കാൻ, ഇന്ത്യയിൽ സ്പ്രെഡ് ചെയ്യാൻ കാരണമായ ഒരു നയമാണ് 1956 ഇൻഡസ്ട്രിയൽ പോളിസി. ആൻഡ് ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ സ്ഥാപനം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ITI ആണ്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് പബ്ലിക് അണ്ടർടേക്കിംഗ് ഇൻ ഇന്ത്യ. നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇന്ത്യയിലെ ആദ്യ PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ITI, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ. എന്നാൽ 56 ശേഷം, പുത്തൻ വ്യവസായിക നയം വന്ന ശേഷം ഇന്ത്യയില് കൂടുതൽ വ്യവസായങ്ങൾ സർക്കാരിലേക്ക് അടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ഇനിഷ്യേറ്റീവില് സർക്കാർ ഓൺ ചെയ്യുന്ന പല സ്ഥാപനങ്ങളും ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണമാകുമെന്ന് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 56 ആണ്. അതേപോലെ തന്നെ 1958 സമയത്ത് നേരത്തെ ഇന്ത്യ ഉണ്ടായിരുന്ന അറ്റോമിക് എനർജി കമ്മീഷൻ അതിനെന്ത് ചെയ്തു, ഗവൺമെന്റ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ റീകോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് പവേഴ്സ് ഗവൺമെന്റ് എക്സ്പാൻഡ് ചെയ്തു, അതിന് അധികാരങ്ങൾ ഗവൺമെന്റ് ഒന്ന് വർദ്ധിപ്പിച്ചു. അതേപോലെ DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, നമ്മുടെ വെപ്പൺസ് നിർമ്മിക്കുന്ന, നമ്മുടെ ആർമികൾക്ക് വേണ്ട വെപ്പൺസ്, എക്യുപ്മെന്റ്സ് ഇവ നിർമ്മിക്കുന്ന ഒരു ഏജൻസിയാണ് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. നമ്മൾ കാണാം ഇപ്പം അഗ്നി ആയാലും നാഗ്, അങ്ങനെ കുറെ മിസൈൽ ഉണ്ടല്ലോ, മിസൈൽ ടെക്നോളജി, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന റോൾ ആർക്കുള്ളത്? DRDOക്കാണ്. സോ DRDOയുടെ ഇനിഷ്യേറ്റീവ് എപ്പോഴാണ്? 1958 സമയത്ത് വരുന്നതാണ്, ഡ്യൂറിംഗ് ദ ടൈം ഓഫ് നെഹ്റു. ആൻഡ് അതേപോലെ തന്നെ ഡ്യൂറിംഗ് ദിസ് ടൈം 3 സ്റ്റീൽ പ്ലാന്റ്സ് വെയർ സെറ്റപ്പ്. 3 സ്റ്റീൽ പ്ലാന്റ്സ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡസ് നോട്ട് ഹാവ് ദ ടെക്നോളജിക്കൽ knowledge or technical know-how to set up these industries on their own. നമുക്ക് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ സ്വമേധയെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ നോളജ് ഓർ ടെക്നിക്കൽ നോഹൗ ഗവൺമെന്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ took the support of various countries to set up this Anna steel plant. For example, Durgapur steel plant, വെസ്റ്റ് ബംഗാളുള്ള സ്റ്റീൽ പ്ലാന്റ് ആണ്. It was established with the support of UK ആണ്. Then Bhilai steel plant, this in Chhattisgarh ആണ്, ഇപ്പോഴത്തെ, പണ്ട് മധ്യപ്രദേശ് ആയിരുന്നു. And Bhilai steel plant is in currently in Chhattisgarh, and it is established with the support of Russia. Then Rourkela in Odisha, which is established with the support of Germany. And also we can see during this second plan, the government of India introduced the Panchayat Raj institutions. Panchayat Raj institutions India introduced in, and officially
2 ഒക്ടോബർ 1959 രാജസ്ഥാനിലെ നഗൂറില് നമ്മള് ഇനോഗ്രേറ്റ് ചെയ്യുന്നു ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതേപോലെ ലോക്കോമോട്ടീവ് ഫാക്ടറി ചിത്തരഞ്ജനില്, കോഷ് ഫാക്ടറി പെരുമ്പൂരില് ഈ സമയത്ത് രൂപീകരിക്കുന്നുണ്ട്. സോ നമ്മൾ ട്രെയിൻ നിർമ്മിക്കുന്നതാണ്, അതായത് ട്രെയിനിന്റെ പാർട്സ് നിർമ്മിക്കുന്നതാണ് ഈ ലോക്കോമോട്ടീവ് ഫാക്ടറിയും അതുപോലെ കോഷ് ഫാക്ടറി. ഇതൊക്കെ എന്താണ് ഈ സെക്കൻഡ് പ്ലാൻ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇതിന്റെ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ 4.5 ആണ് ടാർഗറ്റ് വെച്ച്, അതിൽ 4.32, സോ ഓൾമോസ്റ്റ് ഈ ടാർഗറ്റിനൊപ്പം ഈ പറഞ്ഞ സെക്കൻഡ് പ്ലാൻ ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ലക്ഷ്യം വെച്ച ആവറേജ് ഗ്രോത്ത് റേറ്റിനൊപ്പം തന്നെ സെക്കൻഡ് പ്ലാനും ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. And this was about the second plan. Now it is the time for third plan. Third plan ന്റെ പ്രത്യേകത, this plan is also called as Gadgil Yojana because this plan was developed or this plan was drafted by D.R. Gadgil എന്ന വ്യക്തിയാണ്. ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ എന്നൊരു വ്യക്തിയാണ് തേർഡ് പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്തത്. സോ വി ക്യാൻ സി D.R. Gadgil or Gadgil Yojana എന്നാണ് തേർഡ് പ്ലാൻ അറിയപ്പെടുന്നത്. And also we can see during this third plan the focus was on self-reliance in food grains and heavy industries. കാർഷിക മേഖലയ്ക്കും വ്യവസായ മേഖലയ്ക്കും ഒരു തുല്യമായ ഫോക്കസ് തേർഡ് പ്ലാൻ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പറയട്ടെ, ഈ തേർഡ് പ്ലാൻ ഇന്ത്യയിലെ പ്ലാനിംഗ് ഹിസ്റ്ററിയിൽ സമ്പൂർണ്ണ പരാജയമായ പ്ലാൻ എന്ന് പറയാൻ കഴിയുന്ന പ്ലാനാണ്. So this was the only plan which is considered as an utter failure. സമ്പൂർണ്ണ പരാജയ പ്ലാൻ, വേറെ ഒരു പ്ലാൻ അത്രയില്ല. അപ്പം ചില പ്ലാനുകളുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിലും ആ പ്ലാൻ വൻതോതിൽ പരാജയപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ തേർഡ് പ്ലാൻ അങ്ങനെ ആയിരുന്നില്ല. തേർഡ് പ്ലാൻ ലക്ഷ്യം വെക്കുന്ന പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, തേർഡ് പ്ലാൻ സമയത്ത് സ്പെൻഡിങ്ങും വളരെ കുറവായിരുന്നു. ഈ പറഞ്ഞ പ്ലാന് വേണ്ടിയുള്ള സ്പെൻഡിങ്ങും വളരെ കുറവായിരുന്നു. ആൻഡ് ഇവിടെ നടക്കുന്ന വേരിയസ് ഇവന്റ്സ് നോക്കുവാണെങ്കിൽ ഡ്യൂറിംഗ് ദിസ് തേർഡ് പ്ലാൻ FICCI വാസ് സെറ്റപ്പ്, സോറി FICCI പോട്ടെ, FCA വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. എന്താ FCA എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ആൾസോ ഡിഫറെന്റ് ഫെർട്ടിലൈസർ പ്ലാന്റ്, സിമെന്റ് പ്ലാന്റ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദെൻ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്, നമ്മുടെ ജാർഖണ്ഡിലുള്ള ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് റഷ്യൻ സഹോദരത്തോടുകൂടി സെറ്റപ്പ് ചെയ്യുന്നു. ദെൻ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വാസ് സെറ്റപ്പ് ഇൻ 1965. ആൻഡ് ഡ്യൂറിംഗ് ദിസ് ടൈം നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒരു ഫേമസ് സ്പീച്ച് ഉണ്ട് നമ്മുടെ ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ, ജയ് ജവാൻ ജയ് കിസാൻ എന്നൊരു സ്പീച്ച്. ആൻഡ് ആ സ്പീച്ച് നടക്കുന്നത് ഈ സമയത്താണ്, ഡ്യൂറിംഗ് ദ തേർഡ് പ്ലാൻ ആണ്. ആൻഡ് ആ സ്പീച്ച് വരാൻ കാരണം അറിയായിരിക്കുമല്ലോ. ആ സ്പീച്ച് വരാൻ കാരണം എന്തായിരുന്നു? 1965 ഇൻഡോ പാക് വാർ ആണ്. ആൻഡ് ഈ സമയത്ത് നോക്കുവാണെങ്കിൽ 2.38% മാത്രമാണെന്ത് ആവറേജ് ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. ഈ 5 വർഷം കൊണ്ട് ടാർഗറ്റ് വെച്ചത് 5.6 എന്നാൽ അച്ചീവ് ചെയ്യുന്നത് 2.38 മാത്രമാണ്. സോ വളരെ തുച്ഛമായ ഗ്രോത്ത് റേറ്റ് മാത്രമാണ് നമ്മുടെ തേർഡ് പ്ലാനിൽ അച്ചീവ് ചെയ്യാൻ ഗവൺമെന്റ് കഴിയുന്നത്. ആൻഡ് ദ റീസൺസ് ഫോർ ദ ഫെയിലിയർ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അറിയാലോ? എന്തൊക്കെയാണ്? ഒന്ന്, 1962 ഇൻഡോ പാക് വാർ, ദെൻ 62 ഇൻഡോ ചൈന വാർ. സോ 1962 ഇൻഡോ ചൈന വാർ, അതുപോലെ 1965 ഇൻഡോ പാക് വാർ. സോ 2 വാറാണ് ഈ ഒരു ടൈം പീരീഡിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വാർ 1962 വാറിൽ ഇന്ത്യ പരാജയപ്പെട്ടു. 65 വാറിൽ എന്താ ഇന്ത്യ വലിയ രീതിയിൽ വിജയിച്ചു. സോ ഈ 2 വാറ് ഇന്ത്യക്ക് വലിയ ആഘാതം ഉണ്ടാക്കി, നമ്മുടെ എക്കണോമിക്ക് വലിയ ആഘാതം ഉണ്ടാക്കി. കാരണം ഇനിഷ്യലി നമുക്കറിയാലോ, നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മുടെ തുടക്കകാലത്ത് നമ്മൾ എന്താണ് യുദ്ധം ഒന്നും വേണ്ട, എല്ലാം പീസ് മാർഗമാണ്. സോ നമ്മൾ എന്താ ഗ്ലോബൽ പീസ് ആഗ്രഹിക്കുന്ന കൺട്രിയാണ്, ഗാന്ധിജിയുടെ രാജ്യമാണ്. സോ നോൺ വയലൻസ് ആണ് നമ്മുടെ പ്രധാന അജണ്ട. അതുപോലെ ഡിഫൻസിന് വേണ്ടിയുള്ള സ്പെൻഡിംഗ് ഒക്കെ കുറവായിരുന്നു ആദ്യഘട്ടത്തിൽ. കാരണം എന്താ, വി ആർ എയിമിംഗ് ഗ്ലോബൽ പീസ്, സമാധാനം. എന്നാൽ പിന്നെ 62 വാറിന് ശേഷമാണ് there is some loopholes in ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം മനസ്സിലായി. സർക്കാരിന്റെ ഇന്ത്യയിലെ ഡിഫൻസിൽ കുറച്ച് ലൂപ്ഹോൾസ് ഉണ്ട്, കുറെ പോരായ്മയുണ്ട്. അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണെന്ന് തിരിച്ചറിവ് ഗവൺമെന്റ് ഉണ്ടാകുകയാണ്. ആൻഡ് വി ക്യാൻ സി അതിനുശേഷം മാസീവായിട്ട് ഡിഫൻസിലേക്ക് സ്പെൻഡിങ്
വരുന്നുണ്ട്. ആൻഡ് 65 നോക്കുവാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് 65 വാറിൽ വൻതോതിൽ വിജയിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. സോ ഈ 2 വാർ വന്നപ്പോ മുൻകൂട്ടി വെച്ച ലക്ഷ്യങ്ങൾ, പ്ലാനിൽ പറഞ്ഞ മുൻകൂട്ടിയുള്ള ടാർഗറ്റ്സ്, അതിനുവേണ്ടിയുള്ള സ്പെൻഡിങ് ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടി വന്നു? റീറൂട്ട് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ റീചാനലൈസ് ചെയ്യേണ്ടി വന്നു. സോ നേരത്തെ എന്തായിരുന്നു? ഈ പറഞ്ഞ 5 year പ്ലാനകത്ത് ആദ്യം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇന്ന മേഖല നോക്കണം, ഇന്ന ഏരിയ നോക്കണം, ഇന്ന ലക്ഷ്യം അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. എന്നാൽ അത് മറികടന്നുകൊണ്ട് ഒരു വാർ വരുമ്പോ എന്താ സർക്കാർ പ്രയർ ഫോക്കസ്? വാർ ജയിക്കുന്നുള്ളതാണ്, യുദ്ധം ജയിക്കുന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ള ചെലവുകളൊക്കെ മാറ്റി, അല്ലെങ്കിൽ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറൊക്കെ മാറ്റിയിട്ട് സർക്കാർ ഡിഫൻസിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്തു? ഫോക്കസ് ചെയ്തു. സോ അതിനുവേണ്ടി മാസീവായിട്ട് വെപ്പൺസ് പ്രിക്കർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മിലിറ്ററിക്ക് വേണ്ടിയുള്ള ഫണ്ട് അലൊക്കേഷൻ വർദ്ധിക്കുന്നു. ബാക്കിയുള്ള ഏരിയ ഇപ്പൊ എന്താ? തഴയപ്പെട്ടു. അതാണ് ഫണ്ട് അലൊക്കേഷൻ, അതാണ് ഈ പറഞ്ഞ തേർഡ് പ്ലാനില് പരാജയം ഒരു കാരണം. അതേപോലെ തന്നെ ഈ സമയത്ത് വി ക്യാൻ സി ഒരു 2 ഡ്രോട്ട് ഉണ്ടാകുന്നുണ്ട്. 65-60 സമയത്ത് ഇന്ത്യ ഹാസ് ഫേസ്ഡ് സിവിയർ ഡ്രോട്ട്. നമ്മുടെ പ്രൊഡക്ഷനെ സാരമായി ബാധിക്കുന്നുണ്ടായിരുന്നു ഈ ഡ്രോട്ട്. 65-66 ഡ്രോട്ട് എന്ന് പറഞ്ഞ. അതേപോലെ 65 വാറില്, ഇൻഡോ പാക് വാറില് US ഇന്ത്യക്ക് നൽകിയിരുന്ന ഫുഡ് എയ്ഡ് എന്ത് ചെയ്തു? നിർത്തലാക്കി. സോ നമ്മുടെ US ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, PL 480 എന്ന് പറഞ്ഞിട്ട്, പബ്ലിക് ലോ 480. അവിടുത്തെ നിയമമാണ് കേട്ടോ, US കോൺഗ്രസിൽ പാസ്സാക്കിയ ഒരു നിയമമാണ് PL, പബ്ലിക് ലോ 480. പബ്ലിക് ലോ 480 എന്നൊരു നിയമമുണ്ട്. ഈ നിയമപ്രകാരം ഡെവലപ്പിംഗ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് എയ്ഡ് അമേരിക്ക പ്രൊവൈഡ് ചെയ്തു. എന്നാൽ ഇൻഡോ പാക് വാർ സമയത്ത് അമേരിക്ക നമുക്ക് നൽകിയിരുന്ന ഫുഡ് എയ്ഡ് എന്ത് ചെയ്തു? മരവിപ്പിച്ചു, അത് സസ്പെൻഡ് ചെയ്തു. കാരണം ആ സമയത്ത് അമേരിക്കയുടെ അലയായിരുന്നു പാകിസ്ഥാൻ. സോ ഇന്ത്യ എന്തായിരുന്നു അപ്പം? ഇന്ത്യ പറയുന്നത് നമ്മൾ എങ്ങോട്ടും ഇല്ല, നമ്മൾ അമേരിക്കയിലേക്കും ഇല്ല, റഷ്യയിലേക്കും ഇല്ല, നമ്മൾ എന്താണ്, നമ്മൾ സിംഗിൾ ആയിട്ട് നിൽക്കും, സിംഗിൾ പ്രസംഗയായിരുന്നു. സോ നമ്മൾ പറയുന്ന പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെന്ന് പറയും. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ റഷ്യനെ കാണിച്ച് കാണിക്കും. അതായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ. അതായിരുന്നു എന്താ ഞാൻ പറഞ്ഞ കാര്യം? നാം കേട്ടല്ലോ? നാം അറിയാമോ എന്താന്ന്? നാം, വാട്ട് ഈസ് നാം? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനം. സോ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് 1945 സെക്കൻഡ് വേൾഡ് വാർ കഴിയുമ്പോൾ നമ്മുടെ ഗ്ലോബൽ പൊളിറ്റിക്സിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോൾസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. 2 ശക്തരായ 2 രാജ്യങ്ങൾ, 2 പവേഴ്സ് ഗ്ലോബലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് അമേരിക്ക, മറ്റൊന്ന് റഷ്യ. എന്നാൽ ആ സമയത്ത് പല കൺട്രീസും, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ എങ്ങോട്ട് പോയി? യൂറോപ്പിലെ പല രാജ്യങ്ങളും അമേരിക്കയുടെ ചേരിലേക്ക് പോയി. അതുപോലെ നമ്മുടെ സോവിയറ്റ് യൂണിയനെ പ്രദേശത്തുള്ള രാജ്യങ്ങൾ റഷ്യയിലേക്ക് പോയി. സോ അങ്ങനെ ഗ്ലോബൽ എന്താണ്? ഒരു ട്വിസ്റ്റ് ആണ്. ഒന്നുകിൽ അങ്ങോട്ട്, ഒന്നുകിൽ ഇവിടെ, ഒന്നുകിൽ റഷ്യ, അല്ലെങ്കിൽ ഒന്നുകിൽ അമേരിക്ക എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നേ. എന്നാൽ ഇന്ത്യയെ കുറിച്ചപ്പോ ഇന്ത്യ എന്താ പറഞ്ഞത്? ഇന്ത്യ പറഞ്ഞില്ല, ഞങ്ങൾ അമേരിക്കയിലോട്ടില്ല, റഷ്യയിലേക്കും ഇല്ല. പക്ഷെ നോക്കുമ്പോ എന്താ, റഷ്യയുമായിട്ട് കാലങ്ങളായിട്ടൊരു ബന്ധം ഇന്ത്യക്കുണ്ട്. സോ നമ്മൾ പറയും റഷ്യയിലേക്ക് ഇല്ലെന്ന് പറയും, പക്ഷെ എന്താ, റഷ്യ ഒന്ന് കണ്ണടച്ച് കാണിക്കും, ഞങ്ങളില്ല കേട്ടോ എന്ന് പറയും. സാഹചര്യമായിരുന്നു ചേരിചേരാ പ്രസ്ഥാനം, നമ്മൾ പറയുന്ന ചേരിചേരാ പ്രസ്ഥാനം, അല്ലെങ്കിൽ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ആ സമയത്ത് നിൽക്കുവാണ്. ആൻഡ് ഈ ഒരു സസ്പെൻഷൻ ഓഫ് ഫുഡ് എയ്ഡ്, അതുപോലെ തന്നെ ഡ്രോട്ട്, വാറ്, അതുപോലെ ആ സമയത്ത് ഉണ്ടാവുന്ന ഹൈ ഇൻഫ്ലേഷൻ, വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം, ആൻഡ് ഓൾസോ ദ ഡെത്ത് ഓഫ് നെഹ്റു ആൻഡ് ലാൽ ബഹദൂർ ശാസ്ത്രീസ് മിസ്റ്റീരിയസ് ഡെത്ത്. സോ 65 വാറിന് ശേഷം ഇൻഡോ പാക് ഒരു പീസ് ട്രീറ്റി സൈൻ ചെയ്യാൻ പോകുന്നുണ്ട്, താഷ്കന്റ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട്. താഷ്കന്റ് കരാർ ഒപ്പണായിട്ട് പോകുന്നതാണ് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി. സോ ആ സമയത്താണ് ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുന്നത്. സോ അദ്ദേഹത്തെ പറ്റി ധാരാളം കോൺസ്പിറസി തിയറി നമുക്ക് കാണാം. If you are searching in YouTube, you may see different types of conspiracy theories in that about the death of ശാസ്ത്രി. ശാസ്ത്രിയുടെ മരണത്തെ പറ്റി ധാരാളം തിയറീസ് പറയുന്നുണ്ട്. കോൺസ്പിറസി ആണ്, ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്. അതിൽ പല ആളുകൾക്ക് പങ്കുണ്ടെന്നൊക്കെ പറയുന്നു. സോ പോട്ടെ. എനിവേ യു ക്യാൻ സി, ഈ പറഞ്ഞ 2 പേരുടെ മരണം അത് വലിയൊരു ആഘാതമായിരുന്നു. നമുക്കറിയാം, പ്ലാനിംഗ് കമ്മീഷൻ ഷെയർ ചെയ്യുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. സോ ഈ പറഞ്ഞ ചെയർമാൻ മരിക്കുകയാണ്, നെഹ്റു മരിക്കുന്നു, ശാസ്ത്രി മരിക്കുന്നു. ഈ 2 പേരുടെയും മരണം നമ്മുടെ പ്ലാനിങ്ങില് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. സോ ഇതൊക്കെയാണ് തേർഡ് പ്ലാൻ പരാജയമായി കാണാവുന്നത്. So kindly note these reasons. And post the failure of third plan, ഒരു പുതിയ പ്ലാൻ ലോഞ്ച് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായില്ല.
നമ്മുടെ എക്കണോമി ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് പിന്നീടുള്ള 3 വർഷക്കാലം ഗവൺമെന്റ് ലോഞ്ച് ആനുവൽ പ്ലാൻസ്. സോ 1966 ആയപ്പം തേർഡ് പ്ലാൻ കഴിഞ്ഞു. എന്നാൽ തേർഡ് പ്ലാൻ കഴിഞ്ഞിട്ട് ഉടനെ ഒരു പുതിയ പ്ലാൻ ലോഞ്ച് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായിരിക്കുമായിരുന്നു. ഈ പറഞ്ഞ ഫോർത്ത് പ്ലാൻ ഓൾറെഡി ഡ്രാഫ്റ്റ് ചെയ്തിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് NDC അപ്രൂവ് വെച്ചിരുന്നതാണ്. പക്ഷെ എന്താ, ഇത് ലോഞ്ച് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായില്ല. അതിന് കാരണം എന്തായിരുന്നു? നമ്മുടെ തേർഡ് പ്ലാന്റെ പരാജയമാണ്. തേർഡ് പ്ലാൻ വന്നത് പരാജയപ്പെട്ടത് മാത്രമല്ല, അതിന്റെ പല ടാർഗറ്റോ അല്ലെങ്കിൽ അതിൽ പറഞ്ഞ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പോലും ഗവൺമെന്റിന് കഴിഞ്ഞില്ല. സോ അതുകൊണ്ട് 3 വർഷക്കാലം ആനുവൽ പ്ലാൻസ് ലോഞ്ച് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. വാർഷിക പ്ലാനാണ് ലോഞ്ച് ചെയ്തത്. ഓരോ വർഷത്തെയും ടാർഗറ്റ് പറഞ്ഞുകൊണ്ട്, അതായത് ഓരോ വർഷവും അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആനുവൽ പ്ലാൻസ് വരികയാണ് ഫോർ ദ നെക്സ്റ്റ് 3 years. ആൻഡ് ഈ പറഞ്ഞ ആനുവൽ പ്ലാൻസ് അനൗൺസ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇതിന്റെ ലക്ഷ്യം നോക്കുവാണെങ്കിൽ, ഒന്ന് അഗ്രികൾച്ചർ, ദെൻ വ്യവസായം മേഖലയ്ക്കും അഗ്രികൾച്ചറിന് തേർഡ് പ്ലാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോക്കസ് ഈ പറഞ്ഞ ആനുവൽ പ്ലാൻസിലും വരുന്നുണ്ട്. ആൻഡ് ഓൾസോ യു ക്യാൻ സീ ദ തേർഡ് പ്ലാൻ ഹാസ് എ പ്രയോറിറ്റി or has the annual plan has a priority in improving the production of crops. ഇന്ത്യയിലെ കാർഷിക വിളകളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കണം എന്നൊരു ഫോക്കസ് ആനുവൽ പ്ലാൻ സമയത്ത് വരുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സീ ദിസ് ആനുവൽ പ്ലാൻസ് പീരീഡ്, അല്ലെങ്കിൽ 66 മുതൽ 69 വരെയുള്ള ഈ 3 വർഷക്കാലമാണ് ഇന്ത്യയില് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വിപ്ലവത്തിന്റെ ഫൗണ്ടേഷൻ പകർന്നത്. So this plan holiday, this period or the 3-year period was the founding stone, the foundation for the was a period during which a lot of experiments were undertaken before launching Green Revolution. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ലോഞ്ച് ചെയ്ത മുന്നേ, നമ്മൾ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ ലോഞ്ച് ചെയ്ത മുന്നേ ധാരാളം എക്സ്പെരിമെന്റ്സ് നടക്കുന്ന വർഷങ്ങളായിരുന്നു ഈ ഒരു പ്ലാൻ ഹോളിഡേ എന്ന് പറഞ്ഞത്. ആൻഡ് യു ക്യാൻ സി എന്താണ് ഗ്രീൻ റവല്യൂഷൻ, എന്താണ് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ദാറ്റ്? എന്താണ് ഗ്രീൻ റവല്യൂഷൻ? നമ്മൾ പിന്നെ പഠിക്കും, ഇതിനെക്കുറിച്ച് പഠിക്കും, എങ്കിലും പറയും, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കേട്ട് കാണുമല്ലോ. വാട്ട് ഈസ് ഗ്രീൻ റവല്യൂഷൻ? Use of high yield varieties. വെരി ഗുഡ്. സോ ഹൈ yield വെറൈറ്റി ക്രോപ്സ് കൃഷി ചെയ്യുക, അല്ലേ? സോ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എയിംസ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ക്രോപ്സ്, എസ്പെഷ്യലി റൈസ് ആൻഡ് വീറ്റ്. നമ്മുടെ ഇന്ത്യയില് ഫുഡ് ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക, റൈസ്, വീറ്റ് മുതലായ വിളകളുടെ പ്രൊഡക്ഷൻ, അതിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, വിത്ത് ദ എയ്ഡ് ഓർ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹൈ yielding വെറൈറ്റി സീഡ്സ്, പ്രത്യുൽപാദന ശേഷി ഉയർന്ന വിളകൾ ഉപയോഗിച്ചുകൊണ്ട്, അതേപോലെ വിത്ത് ദ യൂസ് ഓഫ് പ്രോപ്പർ ഫെർട്ടിലൈസർ, വിത്ത് ദ യൂസ് ഓഫ് പ്രോപ്പർ ഇറിഗേഷൻ, വിത്ത് ദ യൂസ് ഓഫ് പ്രോപ്പർ പെസ്റ്റിസൈഡ്സ്, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഉൽപാദനം എക്കണോമിയിൽ വർദ്ധിപ്പിക്കുക. ദാറ്റ് ഈസ് ദ എയിം ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ആൻഡ് ഈ ഗ്രീൻ റവല്യൂഷന്റെ ഫൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദ പ്ലാൻ ഹോളിഡേ പീരീഡ് ആണ്. അത് കഴിഞ്ഞ് 69 നമ്മുടെ പുതിയ പ്ലാൻ അവതരിപ്പിക്കുകയാണ് ബൈ ഇന്ദിരാഗാന്ധി. ആൻഡ് ദ പീരീഡ് വാസ് 69 to 74. ഇതിന്റെ ഫോക്കസ് നോക്കുവാണെങ്കിൽ എംഫസൈസ്ഡ് ഓൺ ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസീവ് അച്ചീവ്മെന്റ് ഓഫ് സെൽഫ് റിലയൻസ്, സ്ഥിരതയുള്ള വളർച്ച, അതുപോലെ സെൽഫ് റിലയൻസ് അച്ചീവ് ചെയ്യുക, സ്വയം പര്യാപ്തത അച്ചീവ് ചെയ്യുക. സോ ദ മെയിൻ എയിം നോക്കുവാണെങ്കിൽ എന്താണ് ഈ മെയിൻ എയിം? ഒന്ന്, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, നമ്മുടെ ഗ്രോത്ത് ഒന്ന് സ്റ്റേബിൾ ആകും. അതേപോലെ തന്നെ there need to be സെൽഫ് റിലയൻസ്, അതാണ് പ്രയർ ഫോക്കസ് ആണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്കും ഗ്രീൻ റവല്യൂഷനും അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും ഒരു എയിം ഫോർത്ത് പ്ലാനിൽ വരുന്നുണ്ട്. ആൻഡ് ആൾസോ there was particular focus on improving the condition of less privileged and weaker sections. സോ നമ്മുടെ ഇന്ത്യയിലുള്ള ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വീക്കർ സെക്ഷൻസ്, അവരുടെ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നൊരു ടാർഗറ്റ് ഫോർത്ത് പ്ലാൻ വരുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി ഈ ഫോർത്ത് പ്ലാൻ മുതലാണ് നമ്മുടെ പ്ലാനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു കാര്യമായ മാറ്റം ഉണ്ടാകുന്നത്. സോ നമ്മൾ ഈ കണ്ട ആദ്യത്തെ ഒരു തേർഡ് പ്ലാൻ വരെ, അല്ലെങ്കിൽ 69 വരെയുള്ള കാലത്ത്
ഈ ഗവൺമെന്റ് പ്ലാൻ ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് പ്ലാൻ ലോഞ്ച് ചെയ്യുമ്പോൾ ആ പ്ലാനില് എന്താണ് ഒരു സെക്ടർ മ്യൂസിക് ആയിട്ടാണ് പറയുന്നത്. കാർഷിക മേഖലാ വികസനം, വ്യവസായിക മേഖലാ വികസനം, അല്ലെങ്കിൽ ഇന്ന ഏരിയ ഡെവലപ്മെന്റ്, അതൊക്കെയാണ് വരുന്നത്. എന്നാൽ ഫോർത്ത് പ്ലാൻ മുതൽ യു ക്യാൻ സി പോപ്പുലിസ്റ്റ് മെഷേഴ്സ്, പോപ്പുലിസ്റ്റ് പോളിസീസ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനസമ്മതമായ കുറെ മെഷേഴ്സ് അല്ലെങ്കിൽ കുറെ ടാർഗറ്റ്സ് ഈ പറഞ്ഞ ഫോർത്ത് പ്ലാൻ മുതൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഫിഫ്ത്ത് പ്ലാൻ ഒക്കെ ആകുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി ഇറാഡിക്കേഷൻ ആണ് മെയിൻ എയിം വരുന്നത് ഫിഫ്ത്ത് പ്ലാനില്, ഫോർത്ത് അല്ല പ്ലാനില്. അതിന് തുടക്കം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് പ്ലാൻ ആണ്. ആൻഡ് യു ക്യാൻ സി ഫോർത്ത് പ്ലാനില് വീക്കർ സെഷൻസിന്റെയും ലെസ് പ്രിവിലേജ് ആളുകളുടെയും കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് through education and employment. And also, during this plan, for the first time, a formula was used to distribute funds to state. നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് പ്ലാൻ നടപ്പിലാക്കാനുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ ഒരു ഫോർമുല പ്രകാരം അലോക്കേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. സോ മുന്നേ പറയുമ്പോൾ there was no ഫോർമുല ഒന്നുമില്ല, ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഫോർത്ത് പ്ലാൻ മുതൽ there was a formula for allocating funds to state for implementing various targets in 5-year plan. And ഈ ഫോർമുലയാണ് ഗാഡ്ഗിൽ ഫോർമുല. ആദ്യമായി വന്ന ഒരു ഫോർമുലയാണ് ഗാഡ്ഗിൽ ഫോർമുല. ആൻഡ് ഫോർത്ത് പ്ലാനിലാണ് ഈ ഗാഡ്ഗിൽ ഫോർമുല വരുന്നത്. സോ ഇറ്റ് വാസ് ഇൻ ദ ഫോർത്ത് പ്ലാൻ ദ ഗാഡ്ഗിൽ ഫോർമുല ഇനിഷ്യലി കെയിം എന്ന് കാണാൻ കഴിയും. ആൻഡ് ഈ ഗാഡ്ഗിൽ ഫോർമുല വാസ് ബേസ്ഡ് ഓൺ വേരിയസ് ക്രൈറ്റീരിയ ആണ്. ഒരു സ്റ്റേറ്റിലെ പോപ്പുലേഷൻ, പെർ ക്യാപിറ്റ ഇൻകം, ടാക്സ് സപ്പോർട്ട്, ഓൺ ഗോയിങ് ഇറിഗേഷൻ ആൻഡ് പവർ പ്രൊജക്ട്സ്, സ്പെഷ്യൽ പ്രോബ്ലംസ്, ഇങ്ങനെ ഡിഫറെന്റ് ക്രൈറ്റീരിയ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. സോ ഈ ഒരു ഓരോ ക്രൈറ്റീരിയക്കും ഓരോ വെയിറ്റേജ് ഉണ്ട്. ഇപ്പൊ പോപ്പുലേഷന് 60% വെയിറ്റേജ്, പെർ ക്യാപിറ്റ ഇൻകത്തിന് 10% വെയിറ്റേജ്, ബാക്കിയുള്ളതിനെല്ലാം 10% വെയിറ്റേജ്. സോ യു ക്യാൻ സി ഇങ്ങനെ വെയിറ്റ് അനുസരിച്ചാണ് എത്ര കൊടുക്കണം, എത്ര ഷെയർ, എത്ര എമൗണ്ട് സംസ്ഥാനം വിധിക്കണമെന്ന് തീരുമാനിക്കുന്നത്. So based on these different factors, the funds are allocated to different state. And the formula ആണ് ഗാഡ്ഗിൽ ഫോർമുല. ആൻഡ് ആ ഫോർമുല അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇതൊക്കെ കംപ്രസ് ചെയ്തിട്ടാണ് ആ ഫോർമുല ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ദിസ് ഗാഡ്ഗിൽ ഫോർമുല വാസ് യൂസ്ഡ് ഡ്യൂറിംഗ് ഫിഫ്ത്ത് പ്ലാൻ ആൾസോ. ഫിഫ്ത്ത് പ്ലാനിലും ഈ പറഞ്ഞ ഗാഡ്ഗിൽ ഫോർമുല വെച്ചാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്തതെന്ന് കാണാൻ കഴിയും. And during this plan, there was a slogan just there in the national, all through the nation. എല്ലാ രാജ്യമൊട്ടാകെ കേട്ട ഒരു സ്ലോഗൻ ഉണ്ട്, അതാണ് ഗരീബി ഹട്ടാവോ. ആൻഡ് 1971 നമുക്കറിയാം ഇലക്ഷൻ വരുന്നുണ്ട്. കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോൾ അന്നും ഇന്നും സ്പ്ലിറ്റ് ആണ്. ആൻഡ് ഇന്ദിരാഗാന്ധിയുടെ ഒരു പക്ഷം വരുന്നു, അതുപോലെ കാമരാജിന്റെ ഒരു പക്ഷം വരുന്നു. സോ 1971 യു ക്യാൻ സി നമ്മുടെ കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 71 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സ്ലോഗൻ വരുന്നുണ്ട്, അതാണ് ഇന്ദിര ഹട്ടാവോ എന്നൊരു സ്ലോഗൻ വരുന്നുണ്ട്. സോ ഡ്യൂറിംഗ് 1971 ഇലക്ഷൻ യു മേ സി നമ്മുടെ കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇന്ദിരാഗാന്ധി പക്ഷം, കാമരാജ് പക്ഷം എന്ന് രണ്ട് പക്ഷം ഉണ്ടാവുന്നു. ആ സമയത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഒപ്പോസിഷൻ മെമ്പേഴ്സ് ഒരു സ്ലോഗൻ ഉന്നയിക്കുന്നതാണ് ഇന്ദിര ഹട്ടാവോ, ഇന്ദിരയെ ഓടിക്കൂ, അതായിരുന്നു ആ സ്ലോഗന്റെ പേര്. ആൻഡ് ഈ ഒരു സ്ലോഗനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ദിരാഗാന്ധി ഉപയോഗിക്കുന്ന സ്ലോഗനാണ് ഗരീബി ഹട്ടാവോ. അദ്ദേഹം പറഞ്ഞതിനാണ് വോ കേത്തെ ഹേ ഇന്ദിര ഹട്ടാവോ, മേ കേത്തി ഹു ഗരീബി ഹട്ടാവോ. അവര് പറഞ്ഞ ഇന്ദിര ഓടിക്കാനാണ്, എന്നാൽ ഞാൻ പറഞ്ഞത് എന്താണ്, ഗരീബി ഓടിക്കുക. ഗരീബി എന്ന് വെച്ചാൽ എന്താ, പോവർട്ടിയാണ്. സോ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക, അതാണ് എന്റെ സ്ലോഗൻ എന്നാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. ആൻഡ് യു ക്യാൻ സീ താങ്ക്സ് ടു ദിസ് സ്ലോഗൻ ആൻഡ് ദിസ് ഹർ കരിഷ്മ, ഇന്ദിരാഗാന്ധി ആ സമയത്ത് ഇലക്ഷൻ ജയിക്കുകയാണ്. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഈ സെയിം സ്ലോഗൻ തന്നെ ഫിഫ്ത്ത് പ്ലാൻ ഡോക്യുമെന്റില്, അടുത്ത പ്ലാനിൽ, ഫോർത്തിലല്ല ഫിഫ്ത്ത് പ്ലാനില് ദ സെയിം സ്ലോഗൻ വാസ് ഇൻസേർട്ടഡ് എന്ന് കാണാൻ കഴിയും. ഫിഫ്ത്ത് പ്ലാനിന്റെ ഒരു ടാർഗറ്റ്, മെയിൻ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ ഗരീബി ഹട്ടാവോ ആണ്, പോവർട്ടി എഡ്യൂക്കേഷൻ ആണ്. സോ അതങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കഥ. 71 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി ഉപയോഗിക്കുന്നു, ഇന്ദിരാഗാന്ധി ജയിക്കുന്നു. അത് കഴിഞ്ഞ് വരുന്ന പ്ലാനിലാണെന്ത്, ആ സ്ലോഗൻ ഇന്ദിരാഗാന്ധി ഇൻസേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്യൂറിംഗ് ദിസ് ടൈം 14 ബാങ്ക്സ് വർ നാഷണലൈസ്ഡ്. സോ നമ്മൾ പഠിച്ചതാണിത്. 1969 ജൂലൈ 19 14 ബാങ്കുകളെ
ഇന്ദിരാഗാന്ധി സമയത്ത് നാഷണലൈസ് ചെയ്യുന്നുണ്ട്, മെയിൻലി ടു എക്സ്റ്റെൻഡ് ദ ഫണ്ട് ടു ദ റൂറൽ ഏരിയാസ് ആൻഡ് ടു അൺബാങ്ക്ഡ് ഏരിയാസ്. അൺബാങ്ക്ഡ് ഏരിയസിലേക്കും റൂറൽ ഏരിയയിലൊക്കെ ബാങ്കുകളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുക, അതുപോലെ ബാങ്കുകളുടെ ലോണുകളുടെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കുക, അതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ആൻഡ് യു കൻ സീ ദ ന്യൂസ് കട്ടിംഗ്. ആ സമയത്തെ പേപ്പർ കട്ടിംഗ് നിങ്ങൾക്ക് കാണാം. 14 ടോപ്പ് ബാങ്ക്സ് ആർ നാഷണലൈസ്ഡ്. ആൻഡ് അതുപോലെ തന്നെ ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് പ്ലാൻ, ഈ 4th പ്ലാൻ അവസാനമാണ് ഇന്ത്യ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നത് അറ്റ് പൊക്രാൻ. സോ ഡ്യൂറിംഗ് 18 May 1974. അതിന്റെ കോഡ് നെയിം അറിയാമോ? ഇറ്റ് വാസ് സ്മൈലിംഗ് ബുദ്ധ. ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു അതിന്റെ കോഡ് നെയിം. സോ ദിസ് വാസ് ദ പിക്ചർ ഓൺ ദ സൈറ്റ്. 1974 ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ഓഫ് ഇന്ത്യ. ആൻഡ് അതേപോലെ തന്നെ ഈ സമയത്തെ ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ 3.3% ഗ്രോത്ത് മാത്രമേ 4th പ്ലാൻ അച്ചീവ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ടാർഗറ്റ് നോക്കുമ്പോൾ 5.7 ആയിരുന്നു. അതേപോലെ ഡ്യൂറിംഗ് ദിസ് പ്ലാൻ there was an increase in the outlay for family planning. സോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവല്ലോ, നമ്മൾ ഔട്ട്കം ബഡ്ജറ്റ് പറഞ്ഞപ്പം ഔട്ട്ലേ, ഔട്ട്കം, ഔട്ട്പുട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഔട്ട്ലേ എന്ന് വെച്ചാൽ എന്താ? എത്ര എമൗണ്ട് ആണോ സർക്കാർ അനുമതി നൽകുന്നത്. സോ 3rd പ്ലാൻ സമയത്ത് കുടുംബാസൂത്രണത്തിന്, ഫാമിലി പ്ലാനിങ്ങിന് 278 കോടി രൂപ ഗവൺമെന്റ് എന്ത് ചെയ്തു? അലോക്കേറ്റ് ചെയ്തു. ആൻഡ് ദിസ് വാസ് എൻ ഇൻക്രീസ് ഫ്രം ദ ഫോർത്ത് പ്ലാൻ സമയത്ത് യു ക്യാൻ സി 278 കോടി രൂപ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഫാമിലി പ്ലാനിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തു. ആൻഡ് ദിസ് വാസ് ആൻ ഇൻക്രീസ് കമ്പയർഡ് ടു ദ 3rd പ്ലാൻ. 3rd പ്ലാനിൽ ഏതോ 25 കോടി മാത്രമേ ഉണ്ടായിരുന്നു. അതിന്റെ 10 ഇരട്ടിയോളം ഫണ്ട് ഗവൺമെന്റ് ഈ പറഞ്ഞ ഫാമിലി പ്ലാനിന് വേണ്ടി 4th പ്ലാനിൽ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പ്ലാനില് 4th പ്ലാൻ സമയത്ത് അവർ എക്കണോമി ഹാസ് ഫേസ്ഡ് സെവറൽ ചാലഞ്ചസ്. അത് കാരണമാണ് നമ്മുടെ ഗ്രോത്ത് റേറ്റ് കുറയുന്നത്. ആൻഡ് ചലഞ്ച് നോക്കുവാണെങ്കിൽ ദ ഫസ്റ്റ് ചലഞ്ച് ഈസ് ദ ഫസ്റ്റ് ഓയിൽ ഷോക്ക് ഓഫ് 1973. സോ നിങ്ങളിപ്പം ഈ ഇടയ്ക്ക് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ കേട്ടൊരു വാറായിരിക്കും യോം കീപ്പൂർ വാർ എന്ന് പറഞ്ഞിട്ട്. സോ യോം കീപ്പൂർ വാർ എന്ന് ഒരു ഫെസ്റ്റിവൽ ആണ്. യോം കീപ്പൂർ എന്ന് വെച്ചാൽ ഒരു ഫെസ്റ്റിവൽ ടൈമാണ്. ആൻഡ് ഈ പറഞ്ഞ 1973 സമയത്ത് ഇസ്രായേലും അതുപോലെ തന്നെ ഈജിപ്തും സിറിയയും ഇസ്രായേലിനെതിരെ യുദ്ധം വന്നു. വാർ ബിറ്റ്വീൻ ഇസ്രായേൽ വേഴ്സസ് ഈജിപ്റ്റ് ആൻഡ് സിറിയ. ഈജിപ്തും സിറിയയും ഇസ്രായേലിനെതിരെ യുദ്ധം വന്നു. ആൻഡ് ഈ യുദ്ധത്തിനകത്ത് യു ക്യാൻ സി അറബ് സ്റ്റേറ്റ്സ് എല്ലാം എന്ത് ചെയ്തു? സിറിയനെ ഈജിപ്തിനെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ യൂറോപ്യൻ നേഷൻസ്, വെസ്റ്റേൺ കൺട്രീസ് ഇവരെല്ലാം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഇസ്രായേൽ ഗോട്ട് മാസ് സപ്പോർട്ട് ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. അറബ് നേഷൻസ് ഒഴിച്ച് ബാക്കിയുള്ള വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ് അവരൊക്കെ എന്ത് ചെയ്തു? ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ യോം കിപ്പൂർ വാർ സമയത്ത്. അപ്പൊ ഈ യോം കിപ്പൂർ വാർ സമയത്ത് ഇസ്രായേലിന് കിട്ടിയ സപ്പോർട്ട്, അത് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് അവരെന്ത് ചെയ്തു? ദേ റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ. പെട്ടെന്ന് ദ്രുതഗതിയിൽ അവര് ഓയിലിന്റെ പ്രൊഡക്ഷൻ കട്ട് ഔട്ട് ചെയ്തു. സോ എന്ത് പറ്റി? വെൻ ദിസ് ഓയിൽ പ്രൊഡക്ഷൻ വാസ് കട്ട് ഡൗൺ റാപ്പിഡ്ലി, സപ്ലൈ വൻതോതിൽ കുറഞ്ഞു. നമുക്കറിയാം ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് എന്തൊക്കെ നയിക്കും? ഇൻഫ്ലേഷനിലേക്ക് നയിക്കും, പണപ്പെരുപ്പം ഉണ്ടാകാൻ കാരണമാവും. സോ അതുണ്ടായി ഇവിടെ. സോ ഡിമാൻഡ് ഉണ്ടായിരുന്നു, ആ സമയത്താണ് എന്ത്? സപ്ലൈ മാസീവായിട്ട് കട്ട് ഡൗൺ ചെയ്തു. അങ്ങനെ വന്നപ്പം ഗ്ലോബൽ ലെവലില് അന്താരാഷ്ട്ര വിപണിയില് നമ്മുടെ ക്രൂഡ് ഓയിൽ വില വന്നത് വർദ്ധിച്ചു. സോ ദിസ് വാസ് ആക്ച്വലി നമ്മുടെ ബാക്കിയുള്ള കൺട്രീസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസിനെ പ്രതിഷേധം വരയ്ക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. പക്ഷെ പറയട്ടെ, ഇന്ത്യയുടെ കേസിൽ പറയുമ്പോൾ ഇന്ത്യ ഒരു ഓയിൽ ഇമ്പോർട്ടിംഗ് കൺട്രിയാണ്, ഓയിൽ ഇറക്കുന്ന രാജ്യമാണ്. സോ വെൻ ഗ്ലോബൽ ലെവലില് ക്രൂഡ് ഓയിൽ പ്രൈസ് വർദ്ധിച്ചപ്പോൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രിയായ ഇന്ത്യക്ക് വലിയ രീതിയിൽ ഇമ്പോർട്ട് ബില്ല് കൊടുക്കേണ്ടി വന്നു. സോ ഇറക്കുമതി ചെലവ് ഇന്ത്യയുടെ വർദ്ധിച്ചു. ആൻഡ് ദിസ് ലെഡ് ടു മാസീവ് ഇറോഷൻ ഓഫ് ഇന്ത്യസ് വെൽത്ത്. ഇന്ത്യയുടെ വെൽത്ത് മാസീവായിട്ട് ഇറോഡ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ 73 ഓയിൽ ഷോക്ക് സമയത്ത്. അതുപോലെ 1971 സമയത്ത് ഇൻഡോ പാക് വാർ വരുന്നുണ്ട്, അറിയായിരിക്കുമല്ലോ. ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് കാരണമായ ഇൻഡോ പാക് വാർ ഓഫ് 1971. ആൻഡ് ഈ വാറിലും വി ക്യാൻ സി ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിലേക്ക് സ്പെൻഡിങ് പോകുന്നുണ്ട്. ആൻഡ് ആ വാർ കുറച്ചാണ് നീണ്ടുന്നുള്ളൂ. മറ്റു വാറിനെ അപേക്ഷിച്ച് വിത്തിൻ എ സ്പാൻ ഓഫ് കുറച്ച് ദിവസം കൊണ്ട്, കുറച്ച് നാളുകൾ കൊണ്ട്
കുറച്ച് വീക്സ് കൊണ്ട് തന്നെ നമുക്ക് എന്താ ഈ പറഞ്ഞ യുദ്ധം ജയിക്കാൻ കഴിയുന്നുണ്ടില്ല. എന്നിരുന്നാലും യു ക്യാൻ സി ഒരു വാർ വരുമ്പോൾ തന്നെ എക്സ്പെൻസ് ഉണ്ടാകുമല്ലോ. സോ വാർ എക്സ്പെൻസ് അത് മാത്രമല്ല, വെൻ ദിസ് ഇഷ്യൂ വാസ് ഹാപ്പനിങ്, നമുക്കറിയാം വെൻ ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ്, ഇന്ത്യയെ രണ്ടിൽ അറക്കുന്നുണ്ട്, രണ്ടിൽ മുറിക്കുന്നുണ്ട്. ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും വെസ്റ്റ് പാകിസ്ഥാൻ എന്നും അറിയാമല്ലോ. ഇപ്പൊ കാണുന്ന പാകിസ്ഥാൻ, ദാറ്റ് വാസ് വെസ്റ്റ് പാകിസ്ഥാൻ. നമ്മൾ ഇപ്പൊ കാണുന്ന പാകിസ്ഥാൻ പ്രദേശം എന്തായിരുന്നു? വെസ്റ്റ് പാകിസ്ഥാൻ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ ബംഗാളിന്റെ വെസ്റ്റ് ബംഗാളിന്റെ അടുത്തുള്ള സ്ഥലമായിരുന്നു ഈസ്റ്റ് പാകിസ്ഥാൻ. ഈ ഈസ്റ്റ് പാകിസ്ഥാൻ ആണ് എന്ത് പിൽക്കാലത്ത് ബംഗ്ലാദേശിൽ മാറുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. സോ 1971 എന്ത് ഈസ്റ്റ് പാകിസ്ഥാൻ ഗോട്ട് കൺവേർട്ടഡ് ഇൻ ടു ബംഗ്ലാദേശ്. സോ ഈ പറഞ്ഞ ഈസ്റ്റ് പാകിസ്ഥാൻ അവിടെ ധാരാളം പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈസ്റ്റ് പാകിസ്ഥാനിൽ there was a group called മുക്തി ബാഹിനി എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഗ്രൂപ്പ് വാസ് ആക്ച്വലി പ്രൊട്ടസ്റ്റിംഗ് അഗൈൻസ്റ്റ് ദി പോളിസീസ് ഓഫ് വെസ്റ്റ് പാകിസ്ഥാൻ. നമ്മുടെ രണ്ടും എന്താണ്? പാകിസ്ഥാനാണ്. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ രണ്ട് പാകിസ്ഥാൻ തന്നെയാണ്. പക്ഷെ വെൻ ദർ വാസ് ബഡ്ജറ്ററി സ്പെൻഡിങ്, വെൻ ദർ വാസ് ഫണ്ട് അലൊക്കേഷൻ, വെൻ ദർ വാസ് ഡെവലപ്മെന്റ്, പലപ്പോഴും ഈസ്റ്റ് പാകിസ്ഥാൻ തഴയപ്പെടുന്നു. നമ്മൾ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് എന്ത് ചെയ്യുന്നു? തഴയപ്പെടുന്നു. പ്രധാനമായിട്ടും ഫണ്ട് പോകുന്നതും പ്രധാനമായിട്ടും ഡെവലപ്മെന്റ് വരുന്നതും അങ്ങോട്ടാണ്, വെസ്റ്റ് പാകിസ്ഥാനിലാണ്. നമുക്കറിയാം വെൻ പാകിസ്ഥാൻ ബിക്കേം ദ അലൈ ഓഫ് അമേരിക്ക, ധാരാളം എയ്ഡ് വരുന്നുണ്ട് അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ കൺട്രീസിനൊക്കെ. ധാരാളം ഫോറിൻ എയ്ഡ് പാകിസ്ഥാനിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഈ എയ്ഡ് വരുമ്പോൾ നമ്മുടെ ഈസ്റ്റ് പാകിസ്ഥാനിൽ എന്താണ് പലപ്പോഴും തഴയപ്പെടുകയാണ്. വെസ്റ്റ് പാകിസ്ഥാനിലേക്ക് മാസീവായിട്ട് സ്പെൻഡിങ് വരുന്നു, മാസീവായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു. ആൻഡ് ഈസ്റ്റ് പാകിസ്ഥാൻ എപ്പോഴും എന്താ തഴയപ്പെടുകയാണ്. ആൻഡ് ഇത് അവരുടെ ലോക്കൽ കമ്മ്യൂണിറ്റിക്കിടയിൽ പ്രതിഷേധം ഉണ്ടായി. ആൻഡ് അങ്ങനെയാണ് ഈ മുക്തി ബാഹിനി സംഘടന വരുന്നത്. ആൻഡ് മുക്തി ബാഹിനി എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിനെ ലീഡ് ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ അച്ഛനാണ്, മുജിബുർ റഹ്മാൻ എന്ന് പറയും. മുജിബുർ റഹ്മാൻ. ആൻഡ് ഇദ്ദേഹമായിരുന്നു ഇതിനെ ലീഡ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് നമ്മുടെ ഇന്ത്യൻ റോ ഉണ്ടല്ലോ, റിസർച്ച് അനാലിസിസ് വിങ്, നമ്മുടെ ചാര സംഘടന റിസർച്ച് അനാലിസിസ് വിങ്. സോ നമ്മുടെ റോ ഒക്കെ ഈ പറഞ്ഞ മുക്തി ബാഹിനിക്ക് വെപ്പൺസും സപ്പോർട്ടൊക്കെ ചെയ്തെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ത്യ സംബന്ധിച്ച് എന്താ, ഇന്ത്യ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ട് സൈഡിലും ഒരു കൺട്രിയുടെ പാർട്ട് വരുമ്പോൾ ദാറ്റ് ഈസ് എ സെക്യൂരിറ്റി ത്രെറ്റ്. ഇപ്പൊ പാകിസ്ഥാന് ഇടത് സൈഡിലും വലത് സൈഡിലും ഇരിക്കുമ്പോൾ ഇന്ത്യക്ക് എന്താണ്? സെക്യൂരിറ്റി ത്രെറ്റ് ആണ്, നമ്മുടെ സുരക്ഷാ ഭീഷണിയാണ്. കാരണം ഇവരുടെ എയർ സ്പേസ് നമ്മുടെ ഇന്ത്യയുടെ മേലോടെ പോകുന്നത്. ഈ ഒരു കൺട്രിയുടെ ഇങ്ങനെ രണ്ട് പോർഷൻ വരുമ്പോൾ ഇവരുടെ എയർ സ്പേസ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും. ആൻഡ് നമ്മുടെ മേൽക്കൂടെ പോവാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇവര് ഫൈറ്റർ ജെറ്റ് ഒക്കെ മേൽക്കൂടെ പോവാം. ഒന്ന് താഴെ വീണ പോലെ ഇന്ത്യക്കകത്ത് വീഴും. സോ ഇന്ത്യക്ക് എന്താ സുരക്ഷാ ഭീഷണിയുണ്ട്. ആൻഡ് യു ക്യാൻ സീ ഈ മുക്തി ബാഹിനി പ്രൊട്ടസ്റ്റ് തുടങ്ങുമ്പോൾ നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. ആൻഡ് പാകിസ്ഥാനിലെ ആർമി അതിനെ മാസീവായിട്ട് അടിച്ചമർത്തുന്നുണ്ട്. ആൻഡ് ഹൈ വെപ്പൺസ് ഉപയോഗിച്ച് നമ്മുടെ അമേരിക്കയിൽ നിന്നൊക്കെ വെപ്പൺസും അതുപോലെ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് മാസീവായിട്ട് ഈ പ്രതിഷേധത്തെ, ഈ ഒരു പ്രൊട്ടസ്റ്റിനെ സിവിൽ വാർ പോലെ ആവുന്നുണ്ട്. ആ സിവിൽ വാർ അടിച്ചമർത്തുന്നുണ്ട്. ആൻഡ് ആ സമയത്ത് വി ക്യാൻ സീ ഈ പറഞ്ഞ ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം റെഫ്യൂജീസ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ NRC എന്ന് പറഞ്ഞ സാധനം, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് ഇൻ ആസാം. NRC, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് ഇൻ ആസാം. അതുപോലെ ഇപ്പം സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ബില്ല്, ഇവയെല്ലാം നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു വാറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ 1971 ഈ വാർ സമയത്ത് ധാരാളം റെഫ്യൂജീസ് ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ വാർ കാരണം ഈ വാർ റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ബംഗാൾ പ്രദേശത്തേക്കും ആസാം പ്രദേശത്തേക്കും നോർത്ത് ഈസ്റ്റിലേക്കാണ് പ്രധാനമായിട്ട് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് ധാരാളം ബംഗ്ലാദേശികൾ വരുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ ബംഗ്ലാദേശികളെയൊക്കെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായിരുന്നു ഒരു ചേഞ്ച്. നോക്കുമ്പോൾ 1965 വാറില് നമ്മുടെ ഗ്ലോബൽ ഒരു പൊളിറ്റിക്സ് നോക്കുമ്പോൾ 65 ഇൻഡോ പാക് വാറില് പാകിസ്ഥാൻ ആണെന്ത് മെജോറിറ്റി സപ്പോർട്ട് ഇടുന്നത്. നമ്മൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്ത റഷ്യ പോലുള്ള കൺട്രീസ് മാത്രമാണ്. റഷ്യ പോലുള്ള കൺട്രീസ് ഇന്ത്യ സപ്പോർട്ട് ചെയ്തു. എന്നാൽ യൂറോപ്യൻ കൺട്രീസും വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുക, പാകിസ്ഥാനെ സപ്പോർട്ട് കിട്ടി. എന്നാൽ ആ സമയത്ത് നോക്കുമ്പോൾ എന്താ, ഇന്ത്യ ജയിച്ചപ്പോഴായാലും the western countries were supporting Pakistan. എന്നാൽ 71 വാർ അങ്ങനല്ല. 71 വാറില് ഇന്ത്യ ടിൽറ്റഡ് അവർ ഇമേജ്, നമ്മുടെ ഇമേജ് നമ്മൾ ടിൽറ്റ് ചെയ്തു. നോക്കുവാണെങ്കിൽ നിങ്ങൾ പേപ്പർ കട്ടിങ് കണ്ടു കാണും.
അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ കഴിയും. 1971 ഈ പറഞ്ഞ റെഫ്യൂജീസ് ഒക്കെ ഇന്ത്യ വരുമ്പോൾ ഇവർക്ക് വേണ്ട ക്യാമ്പ് ഇന്ത്യ സെറ്റ് ചെയ്യുന്നുണ്ട്, ഇവർക്ക് താമസിക്കാൻ വേണ്ടി ക്യാമ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് 50 ലാക്കോളം 50 ലക്ഷം റെഫ്യൂജീസ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത്. ആ ഒരു സമയത്ത് 50 ലാക്കോളം റെഫ്യൂജീസിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത്. ആൻഡ് നമ്മുടെ ഇന്ദിരാഗാന്ധി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും, ആ സമയത്ത് ഈ ക്യാമ്പിലേക്ക് ലിസ്റ്റ് ചെയ്യും. ഇന്ദിരാഗാന്ധി ഈ റെഫ്യൂജി ക്യാമ്പിലേക്ക് ലിസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ റെഫ്യൂജി ക്യാമ്പിലുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇന്ദിരാഗാന്ധിയെ തൊഴുന്നു, ഇങ്ങനെ അവർ കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇന്ദിരാഗാന്ധി അവരെ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. അപ്പൊ നോക്കുമ്പോൾ എന്താ, ഈ ഒരു ഇമേജസ്, ഈ ഇന്ദിരാഗാന്ധി അവരോടുള്ള പെരുമാറ്റം, ഇതൊക്കെ മാസീവായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്തു. ഇന്ത്യ മാത്രമല്ല, പ്രത്യേകിച്ച് ഗ്ലോബൽ മീഡിയയിൽ BBC പോലുള്ള വിദേശ മാധ്യമങ്ങളെല്ലാം ഈ ഇമേജ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് നമ്മുടെ സ്റ്റാൻസ് അടിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഇമേജ് മാറ്റാൻ വേണ്ടി കൂടാണ്. ആൻഡ് ഈ 71 വാർ വരുമ്പോ എന്താ, അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് കാണുന്ന വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ ആ സമയത്ത് ഒരു കരിഷ്മ മാത്രമല്ല, പുള്ളിക്കാരി ആ ഇമേജ് മാറ്റി എന്നുള്ളതാണ്. 65 വാറില് പാകിസ്ഥാൻ സപ്പോർട്ട് കിട്ടിയപ്പോ 71 വാറിന് എന്താ, ഇന്ത്യക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ആൻഡ് ആൾസോ ഇന്ത്യയുടെ ഇമേജ് നമ്മൾ ഒന്ന് മാറ്റി. കാരണം ഇന്ത്യ എന്താ, ഇന്ത്യയുടെ ആൾക്കാരല്ല ഇത്, ഈ പറഞ്ഞ ബംഗ്ലാദേശിലെ ആൾക്കാർ അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാനിലെ ആളുകളെ സ്വന്തം ആൾക്കാരെ പോലെ കണ്ട് അവർക്ക് വേണ്ട ഫുഡ്, ഷെൽട്ടർ, അതുപോലെ ഈ അവർക്ക് വേണ്ട ക്ലോത്ത്സ് ഒക്കെ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഒരു ബർഡനാണ് ഇന്ത്യ, ഇന്ത്യക്ക് ബർഡനാണ്. എന്നിട്ട് പോലും ഇന്ത്യ അത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലോബൽ മീഡിയ എന്താ, ഇന്ത്യയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതെന്താണ്, നമ്മുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ കാണുന്നുണ്ട് ഈ 71 വാർ. എന്നിരുന്നാലും ആ വാർ എന്താ, നമ്മൾ നല്ല രീതിയിൽ വിജയിച്ചു. ആൻഡ് ദാറ്റ് വാസ് അബൌട്ട് 71 വാർ. ആൻഡ് അതുപോലെ ഡ്യൂറിംഗ് ദിസ് ടൈം ദർ വാസ് മൺസൂൺ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്, ഡ്രോട്ട് ഉണ്ടാകുന്നുണ്ട് ഡ്യൂറിംഗ് ദിസ് 16 and 74 ടൈം പീരീഡ്. ആൻഡ് അതിന് ഭാഗമായിട്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം കാരണം വി ക്യാൻ സി ഈ പറഞ്ഞ ഫോർത്ത് പ്ലാൻ പീരീഡില് പ്രതീക്ഷിച്ചത്ര ഗ്രോത്ത് റേറ്റ്, വളർച്ച നിരക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ തേർഡ് പ്ലാൻ പോലെ ഒരു അമ്പേ പരാജയമായ പ്ലാൻ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഗ്രോത്ത് അച്ചീവ് ചെയ്തില്ല, സത്യം തന്നെ. പക്ഷെ ഈ പറഞ്ഞ സ്പെൻഡിങ് തേർഡ് പ്ലാൻ പോലെ നമുക്ക് ഒന്നും നടന്നില്ലെന്ന് പറയാൻ ഫോർത്ത് പ്ലാനിൽ കഴിയില്ല.